അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തു. സ്കൂളിലെ 1989-96 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയാണ് ഗാന്ധി പ്രതിമ സമർപ്പിച്ചത്. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ 1989-96 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സ്കൂളിന് സമർപ്പിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനം നടത്തി. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്ത രമേശ് അനാച്ഛാദനം നിർവഹിച്ചു. സത്യം, ധർമ്മം, നീതി ഇതിലൊക്കെ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു നമ്മുടെ മഹാത്മാഗാന്ധിയുടെ. ഗാന്ധിജിക്ക് മഹാത്മാവെന്ന് വേറൊരു പേരും കൂടി ഇട്ടു കൊടുത്തതാണ്, ഇല്ലയോ? ബാപ്പു എന്ന് ഒരു പേരുണ്ട്. നമ്മുടെ ഗാന്ധിജിക്ക് എന്താ ബാപ്പുജി എന്ന് ഒരു പേരുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ഇല്ലയോ? നമ്മുടെ ലളിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ നൂൽക്ക് നമ്മുടെ കൈത്തറി. ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും നടത്തി. PTA പ്രസിഡന്റ് ലിജിമോൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക സ്മിത KL, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ അജയകുമാർ, വാർഡംഗം ശ്യാംകുമാർ, SSG ചെയർമാൻ ബിനു അലുമിനി, അസോസിയേഷൻ പ്രസിഡന്റ് ശശികുമാർ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിക്കുട്ടൻ, മോഹൻദാസ്, റാണി, പൂർവ്വ അധ്യാപകൻ ദയാനന്ദൻ, അധ്യാപകരായ മുഹമ്മദ് സലീം ഖാൻ, ശ്രീജ, സുജാരാജ്, ബാച്ച് പ്രതിനിധികളായ ലിജോ സോമൻ, ശ്രീകുമാർ, സൗമ്യ, നിഷ അജയകുമാർ, അനുരാഗ്, മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ശരിക്കും നമ്മൾ ധാരാളം വിദ്യാഭ്യാസം നേടും, പക്ഷെ ആ വിദ്യ കൊണ്ട് നല്ല മൂല്യങ്ങൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ തന്നെ പറഞ്ഞു, സത്യവും നീതിയും സ്നേഹവും പറഞ്ഞില്ലേ? പ്രാർത്ഥന കേട്ടോ നിങ്ങൾ? നമ്മുടെ സത്യം, നീതി, ദയ, സ്നേഹം എന്നിവ കൈമുതലായി നമ്മൾ പോകണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായി തീരണം. ആ ഒരു വലിയ വലിയ കാര്യങ്ങൾ നമ്മളുടെ മുന്നിൽ പ്രാവർത്തികമാക്കി തന്ന ഏറ്റവും വലിയ വ്യക്തിത്വമാണ് ആര്? മഹാത്മാഗാന്ധിജി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കെന്നും ദിവസവും സ്കൂളിൽ വരുമ്പോൾ ഒരു മാതൃകയായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനം ചെലുത്താനും നമ്മളിലൂടെ അത് സമൂഹത്തിലേക്ക് പ്രാവർത്തികമാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ യജ്ഞത്തിൻ്റെ ഭാഗം കൂടിയാണ്. അല്ലാതെ ഇത് വെറും ഒരു ഗാന്ധി പ്രതിമ എന്നുള്ള രീതിയിലല്ല നമ്മൾ കാണേണ്ടത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.